السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം ആചാരങ്ങളും അനാചാരങ്ങളും എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ഒരു ഹിജറ വർഷം ആരംഭിച്ച് അതിൻ്റെ ആദ്യ മാസത്തിൻ്റെ ആദ്യത്തെ 10 എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചുമരുകളിലെയും നമ്മുടെ ഓഫീസുകളിലെ ടേബിളുകളുടെ മുകളിലുള്ള കലണ്ടറുകളെല്ലാം മാറ്റി പകരം ഒരു പുതിയ ഹിജറ കലണ്ടർ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, എന്താണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? നമ്മുടെ മരണത്തിലേക്കുള്ള നമ്മുടെ യാത്ര
ആ യാത്രയുടെ ഒരു വർഷം ദൂരം കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഖബറിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിലേക്ക് ഒരു വർഷത്തെ ദൂരവും കൂടെ കഴിഞ്ഞു. ഒരു വർഷവും കൂടെ നാം നമ്മുടെ ഖബറിലേക്കുള്ള ആ വഴിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വരവേൽക്കുന്ന അവസരത്തിൽ ഈ നിലക്കുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഹിജറ വർഷം ആരംഭിക്കുന്ന മാസം നമുക്കറിയാം, മുഹറം മാസത്തോടു കൂടെയാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആദരിച്ച ഒരു മാസമാണ് മുഹറം മാസം. മുഹറം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ മാസത്തിൻ്റെ പവിത്രതയും പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അറബി ഭാഷയിൽ മുഹറം എന്ന് പറഞ്ഞാൽ? ആദരിക്കപ്പെട്ടത്, പവിത്രമാക്കപ്പെട്ടത് എന്നാണ് ആ പദത്തിൻ്റെ, ആ മാസത്തിൻ്റെ പേരിൻ്റെ തന്നെ അർത്ഥം. പവിത്രമാക്കപ്പെട്ട മാസം. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ തൻ്റെ പ്രവാചകനെ അറിയിച്ച കാര്യം, മറ്റു മാസങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പേര് മുഹറം മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച് മുസ്ലിം ലോകത്തെ, അവിടുത്തെ സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്ത് മുസ്ലിം ലോകം അത് അംഗീകരിച്ചു പോരുന്നു. എന്താണ് ആ പേര്? ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന്. അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മറ്റു മാസങ്ങൾ അള്ളാഹുവിൻ്റേതല്ലാത്തത് കൊണ്ടല്ല, അതല്ലെങ്കിൽ മറ്റു മാസങ്ങൾക്ക് പ്രത്യേകതകളില്ലാത്തത് കൊണ്ടുമല്ല. എന്നാൽ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, അതിൻ്റെ ചില സവിശേഷതകൾ നമ്മൾ അറിഞ്ഞേ പറ്റൂ. സഹോദരങ്ങളെ, ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ ഫളിലും ശ്രേഷ്ഠതയും മറ്റു മാസങ്ങളിലൊന്നും മുസ്ലിം ലോകത്തിന് ലഭിക്കാത്ത ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ഇസ്സത്ത് മുസ്ലിം ലോകത്തിന് ലഭിച്ച ഒരു മാസമാണ് ചരിത്രപരമായി മുഹറം മാസം. ഒരുപാട് വിജയങ്ങൾ കിട്ടിയ മാസമാണത്. നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചതുപോലെ തന്നെ ആ വിജയങ്ങളിൽ വളരെ പ്രധാനമായ സംഗതിയാണ് മഹാനായ മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ശത്രുവിൽ നിന്ന് വിജയം നൽകി എന്നത്. ഇസ്രായേൽ സന്തതികളെ അടക്കി ഭരിച്ചിരുന്ന, ലോകം കണ്ട ധിക്കാരികളിൽ ഏറ്റവും വലിയ ധിക്കാരിയായ, ഈജിപ്ത് ഭരിച്ചിരുന്ന ഭരണാധികാരികളിൽ വളരെയധികം ഇസ്രായേൽ ജനതയെ പീഡിപ്പിച്ച ഒരു ഭരണാധികാരി, ഫറോവ എന്ന പേരിൽ അറിയപ്പെടുന്ന, അവിടുത്തെ ഭരണാധികാരികൾ ഫറോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഫറോവമാരിൽ ഖുർആൻ എടുത്തു പറഞ്ഞ ധിക്കാരിയായ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ്, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ്, എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ്, എനിക്ക് നിങ്ങളെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ്, ആ വിഷയത്തിൽ ധിക്കാരം പ്രവർത്തിക്കുന്നവരെ ഞാൻ അതിക്രൂരമായി മർദ്ദിക്കുമെന്ന് പ്രഖ്യാപിച്ച് ആ നിലക്കുള്ള മർദ്ദനമുറകളുമായി മുന്നോട്ട് പോയിരുന്ന ധിക്കാരിയായ ഭരണാധികാരി, ആ ഭരണാധികാരിയിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് ഇതുപോലെ ഒരു മുഹറം മാസത്തിൻ്റെ 10-ലായിരുന്നു. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ പണ്ട് കാലം മുതൽക്ക് തന്നെ മുഹറം 10-നെ ആദരിച്ചു പോന്നിട്ടുണ്ട്, ബഹുമാനിച്ചു പോന്നിട്ടുണ്ട്. ജൂതന്മാർ ആ ദിവസത്തെ ബഹുമാനിച്ചിരുന്നു. എന്തിനേറെ, മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ ആ ദിവസത്തെ ബഹുമാനിച്ചിരുന്നു. റമദാനിലെ വ്രതം നിർബന്ധമാക്കുന്നതിന് മുമ്പ് മുഹറം 10-ലെ നോമ്പ് നിർബന്ധമായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും, അന്ന ഖുറൈശൻ കാനത്ത് തസൂമു യൗമ ആശൂറാ ഫിൽ ജാഹിലിയ്യ. ഖുറൈശികൾ ആശൂറാഇന്റെ നോമ്പ്
ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അവർ അനുഷ്ഠിച്ചു പോരാറുണ്ടായിരുന്നു. ثم أمر رسول الله صلى الله عليه وسلم بصيامه حتى فرض رمضان. റമളാൻ നിർബന്ധമാക്കപ്പെടുന്നത് വരെ മുഹറം 10 നോമ്പ് നിർബന്ധമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചു. അങ്ങനെ റമളാനിൽ നോമ്പ് നിർബന്ധമായ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ ശാഅ ഫല്യസും വമൻ ശാഅ അഫ്തറ. റവാഹുൽ ബുഖാരി. ഇനി ഉദ്ദേശിക്കുന്നവർ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ, ഉദ്ദേശിക്കുന്നവർ ഉപേക്ഷിച്ചു കൊള്ളട്ടെ. അതിൻ്റെ നിർബന്ധ സ്വഭാവം നീങ്ങിയിരിക്കുന്നു. ഇനി അത് ഐച്ഛികമായ ഒരു കർമ്മമാണ്, ഐച്ഛികമായ ഒരു കർമ്മമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിന് വലിയ ഫളിലുമുണ്ട്. അന്നത്തെ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. യുകഫിറു സനത്തൽ മാലിയ. കഴിഞ്ഞുപോയ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വന്ന അപരാധങ്ങൾക്കും തെറ്റുകുറ്റങ്ങൾക്കുമുള്ള പരിഹാരമാണ് മുഹറം 10 നോമ്പെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് വിജയം കിട്ടിയ മാസമാണ് മുഹറം മാസം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ സമയമായി. അങ്ങനെ അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ നിയമങ്ങൾ അവിടുത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടു. ആ നിയമങ്ങളിൽ വളരെ പ്രധാനമായിരുന്നു ഈ ദീനിന്റെ ഒരാശയവും മറ്റുള്ള മതങ്ങളോടോ ആദർശങ്ങളോടോ സാദൃശ്യപ്പെട്ടു പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളും മറ്റുള്ള വിശ്വാസങ്ങളുമൊക്കെ ആചരിച്ചു പോരുന്ന, മറ്റുള്ള മതങ്ങളുടെ അനുയായികൾ ആചരിച്ചു പോരുന്ന ആചാരങ്ങൾ, ആ ആചാരങ്ങളുമായി ഇസ്ലാമിന് യാതൊരു നിലക്കുള്ള കൂടിച്ചേരലുകളോ സാദൃശ്യപ്പെടലുകളോ ഇല്ല. അതുകൊണ്ട് മുഹറം 10 ദിവസത്തിൽ ജൂതന്മാര് നോമ്പെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മാത്രം നോമ്പെടുത്ത് നമ്മൾ അവരോട് സാദൃശ്യപ്പെടേണ്ടതില്ല. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. അടുത്ത വർഷം എനിക്ക് ജീവിക്കാൻ അവസരമുണ്ടെങ്കിൽ മുഹറം 9 നോമ്പും ഞാൻ അനുഷ്ഠിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി. മറ്റൊരവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, ആശുറാഇന്റെ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കുവിൻ. ഒരു ദിവസം മുൻപോ അതല്ലെങ്കിൽ ഒരു ദിവസം ശേഷമോ വീണ്ടും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുവിൻ എന്ന് പറഞ്ഞാൽ മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കുവിൻ, അതല്ലെങ്കിൽ 10-നും 11-നും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുവിൻ. എന്നിട്ട് ജൂതന്മാരുടെ സമ്പ്രദായത്തോട് നിങ്ങൾ എതിരാകുവിൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മുഹറം 9 ഇന്നും 10 നാളെയുമാണ്. അതല്ലെങ്കിൽ നാളെ ശനി 10-ഉം ഞായർ 11-ഉമാണ്. ഇന്ന് നോമ്പെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയും അവസരമുണ്ട്. നാളെ ആശുറായിൻ്റെ നോമ്പെടുക്കുകയും അടുത്ത ദിവസം മുഹറം 11-ന്റെ നോമ്പെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ പുണ്യം കരഗതമാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പല സഹോദരങ്ങളും ഇന്നലെ നോമ്പെടുത്തിട്ടുണ്ട്, ഇന്ന് ആശുറ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവർക്ക് അബദ്ധം പിണഞ്ഞതാണ്. നമ്മൾ മനസ്സിലാക്കണം. പലരും പറയുന്നത്, നിങ്ങൾ എന്താണിങ്ങനെ കലണ്ടറിൽ ഇന്നലെയാണല്ലോ 9, എന്നാണല്ലോ 10, അതുകൊണ്ട് ഞങ്ങൾ കലണ്ടർ അനുസരിച്ചു മാത്രമേ നോമ്പനുഷ്ഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന ചില സഹോദരങ്ങളെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അവരോട് നമുക്ക് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, കലണ്ടറുകൾ സഹോദരന്മാരെ മുമ്പേ തയ്യാറാക്കുന്നതാണ്. മുഹറം 9-ഉം 10-ഉം ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത് ഹിലാലിന്റെ ദർശനമനുസരിച്ചാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ടേബുകളിലുള്ള ഹിജിരി കലണ്ടർ തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അതൊക്കെ ദുൽഹിജ്ജ മാസത്തിന് മുമ്പേ, ഒരുപക്ഷെ ദുൽഹിജ്ജ മാസത്തിലെങ്കിലും തയ്യാർ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും 1-2 ദിവസത്തെ മാറ്റങ്ങൾ കലണ്ടറുകളിൽ സ്വാഭാവികമായും ഉണ്ടാകാം. കാരണം ദുൽഹിജ്ജ 29 30 എന്നതിനെ ആശ്രയിച്ചാണ് മുഹറം 10 നിശ്ചയിക്കപ്പെടുന്നത്. ഈ വർഷം നമുക്കറിയാം ദുൽഹിജ്ജ മാസം 30 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹറം 10 കണക്കാക്കപ്പെടുന്നത് നാളെയാണ്. കലണ്ടറുകളിൽ തെറ്റ് സംഭവിക്കാം, കലണ്ടറുകളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. എന്തിനേറെ, ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഇറക്കുന്ന കലണ്ടറിൽ പോലും അതിൻ്റെ താഴെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കണക്കുകളുടെയും ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കലണ്ടർ ഇവിടെ തയ്യാറാക്കപ്പെടുന്നത്. സ്വാഭാവികമായും 1-2 ദിവസത്തെ മാറ്റങ്ങൾക്ക് സ്വാഭാവികമായും സാധ്യതയുണ്ടെന്ന് ലോകത്തിറക്കപ്പെടുന്ന എല്ലാ കലണ്ടറുകൾ ഇറക്കുന്ന ആളുകളും അവർ പറയാറുണ്ട് മുമ്പേ. പിന്നെയും കലണ്ടറിലെ ഡേറ്റിൽ മുറുകെ പിടിച്ചിട്ട്
ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് കിട്ടിയ മാസമാണിത്, മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയ മാസമാണിത്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഖദിമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. മദീനത്തെത്തിയ പ്രവാചകൻ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറാ. അവിടെയുള്ള ജൂതന്മാര് മുഹറം 10 ആശൂറായിൽ അവർ നോമ്പനുഷ്ഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അപ്പോൾ ആ ജൂതന്മാരോട് റസൂലുള്ള ചോദിക്കുന്നു, മാഹാദാ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത്? എന്തിനാണ് ഈ ദിവസം നിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഇന്ന് നല്ല ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹാദാ യൗമുൻ നജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം. ഇസ്രായേൽ ജനതയെ അടക്കി ഭരിച്ച് പീഡിപ്പിച്ചിരുന്ന ലോകം കണ്ട ധിക്കാരികളിൽ ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവയിൽ നിന്നും അവൻ്റെ കിങ്കരന്മാരിൽ നിന്നും ഇസ്രായേൽ ജനതയെ അള്ളാഹു രക്ഷിച്ച ദിവസമാണിന്ന്. ആ അനുഗ്രഹം കിട്ടിയപ്പോൾ ഫസാമഹു മൂസ, ആ നിഅമത്തിന് നന്ദി ചെയ്തുകൊണ്ട് മൂസ അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളും അന്ന് നോമ്പനുഷ്ഠിക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ്, മൂസ അലൈഹിസ്സലാമിനോട് ഏറ്റവും കടപ്പെട്ടവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും അന്ന് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് കേട്ടോ. ഫസാമഹു, അവിടുന്ന് നോമ്പെടുക്കുകയും വഅമറ ബിസിയാമിഹി, നോമ്പെടുക്കാൻ അനുചരന്മാരോട് കൽപ്പന നൽകുകയും ചെയ്തു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. അപ്പോൾ വിജയം കിട്ടിയ മൂസ അലൈഹിസ്സലാമിന് വിജയം കിട്ടിയ, അങ്ങനെ ആദരിക്കപ്പെട്ട വളരെ പവിത്രമായ ദിനമാണ് മുഹറം മാസത്തിലെ 10. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയവും കൂടെയുണ്ട്. ഈ ദിവസത്തിനില്ലാത്ത ചില പ്രത്യേകതകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും അതേപോലെ തന്നെ വാട്സപ്പുകളിലൂടെയും മറ്റുള്ള വിവിധങ്ങളായ ഗ്രൂപ്പുകളിലൂടെയുമൊക്കെ ഫോട്ടോഷോപ്പിൽ ചിലത് എഴുതാനറിയുന്ന ആളുകൾ അവർ ചില വാചകങ്ങളെല്ലാം എഴുതിയിട്ട് പലതും ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. പലരും ഗ്രൂപ്പുകളിലേക്ക് അവരിങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ്, ഷെയർ ചെയ്യുകയാണ്. പലരും പറയുന്നു മുഹറം 10 അർശിനെ സൃഷ്ടിച്ച ദിവസമാണ്, മാത്രമല്ല ലൗഹുൽ മഹ്ഫൂദിനെ പടച്ച ദിവസമാണ്, കലമിനെ പടച്ച ദിവസമാണ്, ജിബ്രീലിനെ പടച്ച ദിവസമാണ്, വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് ആദ്യമായി മഴ വർഷിച്ച ദിവസമാണ്, ഭൂമിയിലേക്ക് ആദ്യമായി അനുഗ്രഹം ഇറങ്ങിയ ദിവസമാണ്, ഇദ്രീസ് അലൈഹിസ്സലാമിന് 4ാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ദിവസമാണ് എന്നിങ്ങനെ പല പോസ്റ്റുകളും ഈ നിലക്കുള്ള ഗ്രൂപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ സഹോദരന്മാരെ, ഇതിനൊക്കെയുള്ള തെളിവുകൾ എവിടെയാണ്? ഈ നിലക്കുള്ള പ്രചാരണം നടത്താനുള്ള രേഖകൾ എവിടെയാണ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഈ നിലക്കുള്ള രേഖകളുണ്ടോ? അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട നിലക്ക് നമ്മൾ പറയണം. ഇല്ലാത്തതൊന്നും പറയാൻ, ചരിത്രപരമായി തെളിവുകളില്ലാത്തതൊന്നും നമ്മൾ പ്രചരിപ്പിക്കുകയോ പറയുകയോ ചെയ്യരുത് എന്ന് ഈ സന്ദർഭത്തിൽ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഉള്ളത് തന്നെ പറയാൻ എത്രയാണ്? ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ പവിത്രത പറയാൻ എത്രയോ ഉദാഹരണങ്ങൾ, എത്രയോ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? പഠിപ്പിച്ച ഒരു ഹദീസ് ഫോട്ടോഷോപ്പിൽ അത് കൃത്യമായി ഡിസൈൻ ചെയ്ത് പ്രചരിപ്പിക്കാൻ ആരാ ഉള്ളത്? പഠിപ്പിക്കാത്തതിൻ്റെ പിന്നിലാണ് ഇബ്ലീസ് ഉള്ളത്. നോക്കൂ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ടൊരു സഹാബി അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഓ നബിയേ, എനിക്കൊരു സംശയമുണ്ട് റസൂലേ. എന്താ സഹാബി ചോദിച്ചത്? അയ്യു സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ വ അയ്യു സിയാമി അഫ്ളലു ബഅദ ശഹ്രി റമളാൻ. 5 നേരങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫളിലാക്കപ്പെട്ട ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് നബിയേ? അതുപോലെ തന്നെ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറെ ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏതാണ് നബിയേ? പിന്നെ ഏറെ ശ്രേഷ്ഠമുള്ള നോമ്പ് ഏതാണ് റസൂലേ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു, അഫ്ളലുസ് സ്വലാത്തി ബഅദസ് സ്വലാത്തിൽ മക്തൂബ അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ. 5 നേരങ്ങളിലെ നിർബന്ധമായ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വളരെ ശ്രേഷ്ഠകരമായ നമസ്കാരം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമസ്കരിക്കുന്ന രാത്രി നമസ്കാരമാണ്, രാത്രി നിസ്കാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാന സിയാമു ശഹ്രില്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറെ ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. റവാഹു മുസ്ലിം. നോക്കൂ നിങ്ങൾ, അത്രയും ശ്രേഷ്ഠകരമായ നോമ്പ്, ആദരിക്കപ്പെട്ട മാസം, പവിത്രമാക്കപ്പെട്ട മാസം. എന്തെല്ലാം ഫളിലുണ്ടോ ഈ മാസത്തിന്, അല്ലാഹു അഅലം. നമുക്ക് പ്രമാണങ്ങളിൽ ഉള്ളതല്ലേ പറയാൻ പറ്റുകയുള്ളൂ. ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ മാസത്തിന് ഈ പവിത്രതകളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ചരിത്രപരമായി ഈ മാസത്തിൽ മുഹറം മാസത്തിൻ്റെ 10-ാം ദിവസത്തിൽ ആശൂറായിൽ ഒരു കറുത്ത പുള്ളിയും വീണിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ഇതേ ദിവസത്തിൽ തന്നെ മുസ്ലിം ലോകത്തിനൊരു ദുരന്തവും സംഭവിച്ചിട്ടുണ്ട്. മുഹറമാസത്തിൻ്റെ 10-ൽ മുസ്ലിം മനസ്സുകളെ വേദനിപ്പിച്ച ഒരു ദുരന്തം ഈ സമുദായത്തിന് സംഭവിച്ചതും ഇതേപോലെ ഒരു മാസത്തിലെ മുഹറം 10-ലായിരുന്നു. അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച അവിടുത്തെ പൗത്രന്മാരിൽ, അവിടുത്തെ പേരമക്കളിൽ അള്ളാഹുവിൻ്റെ റസൂല് വളരെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ പേരമക്കളിൽ അവിടുത്തെ പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത് ഇതുപോലൊരു മുഹറം മാസത്തിൻ്റെ 10-ലായിരുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്തെ അതിനിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു. മഹാനവറുകൾ ചതിക്കുകയായിരുന്നു. അവിടേക്ക് പോകരുതെന്ന് തന്നെ വിളിച്ച ആളുകളുടെ ക്ഷണം സ്വീകരിച്ചു പോകരുതെന്ന് പലരും പറഞ്ഞിട്ടും മഹാനവറുകൾ ചതി മനസ്സിലാക്കാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ നാട്ടിലേക്ക് ചെന്നപ്പോൾ വളരെ നിഷ്ഠൂരമായ നിലക്ക് യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് മഹാനവറുകൾ കൊല്ലപ്പെടുകയായിരുന്നു. അവിടുന്ന് മരിക്കുന്ന നേരം ഒരിറ്റു വെള്ളത്തിന് വേണ്ടി കേണപേക്ഷിച്ചിട്ട് ഒരിറ്റു വെള്ളം പോലും നൽകാതെ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു. നോക്കൂ, സ്വാഭാവികമായും മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വേദനയുണ്ടാകും. സ്വാഭാവികമല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൗത്രനാണല്ലോ വധിക്കപ്പെട്ടത്, കൊല്ലപ്പെട്ടത്. എന്നാൽ അതിൻ്റെ പേരിൽ ഇന്ന് നോക്കൂ നിങ്ങൾ, ലോകത്ത് മുസ്ലിം സമുദായം 2ആയി മാറിയപ്പോൾ ഒരു ഭാഗത്ത് അഹ്ലുശിയയും മറുഭാഗത്ത് അഹ്ലുസുന്നയും. ഇങ്ങനെയാണല്ലോ ഇന്ന് മുസ്ലിം ലോകത്തുള്ളത്. ഒരു ഭാഗത്ത് ഞങ്ങൾ ഷിയാക്കളാണെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരിൽ വ്യാപകമായ ലോകത്ത് ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്ന ഷിയാക്കൾ, മറുഭാഗത്ത് അഹ്ലുസുന്നയായി അണിനിരക്കുന്ന അഹ്ലുസുന്നയും അതിൽ അഹ്ലുശിയയിൽപ്പെട്ട ഷിയാക്കൾ. ഇതിൻ്റെ പേരിൽ ലോകത്ത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? മുഹറം 10 കഴിഞ്ഞാൽ അതാ അവർ ദുഃഖമാചരിക്കുകയാണ്. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിൻ്റെ ദുഃഖാചരണം. എങ്ങനെയാണ് അവർ ദുഃഖമാചരിക്കുന്നത്? അതാ അവര് മുഹറം 10 കഴിഞ്ഞാൽ ദേഹപീഡനം നടത്തുന്നു. ശരീരത്തിൽ അതാ അവര് പീഡനം നടത്തുന്നു. കത്തിയും കയറുമായി അവർ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുകയാണ്. കയറിൻ്റെ അറ്റത്ത് കല്ലുകെട്ടി നെഞ്ചത്തടിക്കുകയാണ്. ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ വാർന്ന് രക്തമൊലിപ്പിക്കുകയാണ്. രക്തക്കറകൾ പുരണ്ട ഡ്രസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ സ്ത്രീകളതാ മുടിയടിച്ചിട്ട് ആടുകയാണ്. നോക്കൂ നിങ്ങൾ, ദുഃഖപ്രചരണമാണ്, ദുഃഖം പ്രകടിപ്പിക്കുകയാണ്. ഈ നിലക്കുള്ള ദുഃഖപ്രകടനങ്ങൾ ഇസ്ലാമിലുണ്ടോ? ഈ നിലക്ക് ദുഃഖം ആചരിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ടോ? ഒന്നാമത് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെ മുതലാണ്. നോക്കൂ നിങ്ങൾ, ഈ നിലക്കൊരു ദേഹപീഡനം നടത്തി വർഷാവർഷങ്ങളിൽ മുഹറം 10 വരുമ്പോൾ ദുഃഖം ആചരിക്കാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഈ നിലക്കുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ദുഃഖമാചരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലോ അവിടുത്തെ അനുചരന്മാരോ മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ജന്മം സന്തോഷമായി ആചരിക്കുവാനോ
ഒരാളുടെ ദുഃഖം അത് ദുഃഖമായി ആചരിക്കുവാനോ ഒരാളുടെ മരണം ദുഃഖമായി ആചരിക്കുവാനോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ വാചകം നിങ്ങൾ ആവർത്തിച്ച് മനസ്സിലാക്കണം. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ വർഷാവർഷങ്ങളിൽ അയാളുടെ ജനനം സന്തോഷമായി ആചരിക്കുവാനോ, ഒരാൾ മരിച്ചാൽ അയാൾ എത്ര വലിയ മഹാനാണെങ്കിലും അയാളുടെ മരണം വർഷാവർഷങ്ങളിൽ ദുഃഖമായി ആചരിക്കുവാനോ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എത്രയോ മഹാന്മാര് ചരിത്രത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടില്ലേ, ദാരുണമായി വധിക്കപ്പെട്ടിട്ടില്ലേ? ജൂതന്മാരുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട അമ്പിയാക്കന്മാരെത്രയാണ് ചരിത്രത്തിൽ കഴിഞ്ഞുപോയത്? ചരിത്രം പറയുന്നില്ലേ? ജൂതന്മാര് അല്ലേ, അല്ലാഹ് തന്നെ അവരോട് ചോദിച്ചില്ലേ, ലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ നിങ്ങൾ എന്തിനാണ് അറുകൊല ചെയ്യുന്നതെന്ന്. എന്നും ലോകത്ത് ചിത്രതയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മുസ്ലിമീങ്ങളെ അറുകൊല ചെയ്യുന്ന ജൂതന്മാര് അവരോട് അല്ലാഹ് ചോദിച്ചിട്ടില്ലേ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിഷ്ഠൂരമായി കൊല്ലുന്നത്? ഈർച്ചവാള് കൊണ്ട് ഈർന്നു മുറിച്ചിട്ട് രണ്ടായി മറിഞ്ഞു വീഴുകയാണ് പ്രവാചകന്മാര്, രണ്ട് ഭാഗമായി മറിഞ്ഞു വീഴുകയാണ്, അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആ ചരിത്രം പറയുമ്പോഴും ആ ചരിത്രം ഓർമ്മപ്പെടുത്തുമ്പോഴും അതൊരു ദുഃഖമായി ആചരിക്കാൻ അവിടുത്തെ സഹാബാക്കളോട് പറഞ്ഞിട്ടില്ല. അവിടുന്ന് എത്രയോ അവിടുത്തെ അനുചരന്മാരിൽ അടർക്കളങ്ങളിൽ മൃഗീയമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ സഹാബാക്കളുടെ കണ്ണും കാതും മുറിച്ചെടുത്തുകൊണ്ട് ശത്രുക്കൾ മാലയുണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സഹാബിയും അടർക്കളത്തിൽ മരിച്ചു വീഴുന്ന അവസരത്തിൽ 80 അതിലധികവും മുറിവുകൾ സഹാബാക്കളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന്. പക്ഷേ അവിടുന്ന് ആരോടും പറഞ്ഞില്ല, നമ്മുടെ ഈ നേതാവ് മരിച്ച ദിനം ദുഃഖമായി നമുക്ക് ആചരിക്കാമെന്ന് അവിടുന്ന് ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണ്ടേ, ഉഹദിന്റെ രണഭൂമിയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. ചരിത്രം ഉഹദിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നടക്കുകയാണ്. യുദ്ധം കഴിഞ്ഞിട്ട് ആരൊക്കെയാണ് ശുഹദാക്കളായി വീണിരിക്കുന്നതെന്ന് നോക്കാൻ, അനുചരന്മാരുടെ ബോഡി പരിശോധിക്കാൻ വേണ്ടി ഉഹദിന്റെ രണഭൂമിയിലൂടെ നടക്കുമ്പോഴതാ കൂട്ടിയിട്ട ബോഡികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂല് കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ബോഡിയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി ഉഹുദിൽ മരിച്ചു വീണിരിക്കുകയാണ്. പക്ഷേ മഹാനവറുകളുടെ ശരീരം എങ്ങനെയായിരുന്നെന്നോ, അതാ അവിടുത്തെ കണ്ണുകൾ ചൂഴ്ന്നിട്ടുണ്ട്, അവിടുത്തെ കാതുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്, അവിടുത്തെ മൂക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്, ശരീരത്തിൽ അംഗവിച്ഛേദനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ മാറ് പിളർത്തിയിട്ട് കരളെടുത്ത് കടിച്ചു തുപ്പി ഹിന്ദെന്ന് പറയുന്നൊരു പെണ്ണ്. ഈ വേദനാജനകമായ രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ വെച്ച് കാണുകയാണ്. കരളലിയിപ്പിക്കുന്ന ഈ രംഗം അവിടുന്ന് കാണുകയാണ്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴാൻ തുടങ്ങി. വല്ലാത്തൊരു വേദനയുള്ള രംഗമായിരുന്നു അത്. സഹിക്കാൻ കഴിയുമോ? തൻ്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ശുഹദാക്കളുടെ നേതാവെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് വിശേഷിപ്പിച്ച ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥിതിയാണ് ഉഹുദിന്റെ രണഭൂമിയിൽ. അങ്ങനെ അത്രയും വേദനിപ്പിച്ചിട്ട് പോലും, അത്രയും വേദനയുണ്ടായിട്ട് പോലും സഹാബാക്കളോട് പറഞ്ഞില്ല, അടുത്ത ഈ വർഷം വരുമ്പോ നമ്മുടെ ഹബീബിന് വേണ്ടി നമുക്കൊന്ന് ദുഃഖമാചരിക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഈ നിലക്കുള്ളൊരു ദുഃഖാചരണം ഇസ്ലാമിലില്ല. ഇസ്ലാമിൻ്റെ പേരിൽ അത് ചെയ്തുകൂടാ. വേദനിച്ച മരണങ്ങൾ എത്രയോ ഹബീബിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയില്ലേ? അവിടുത്തെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരിക്കുകയായിരുന്നു, കുഞ്ഞുനാളിൽ തന്നെ മരിക്കുകയായിരുന്നു. യാദൃച്ഛികമായി നോക്കൂ, ഇബ്രാഹിം എന്ന കുഞ്ഞു മരിച്ച ദിവസത്തിൽ സൂര്യന് ഗ്രഹണം ബാധിക്കുകയും ചെയ്തു. ആളുകൾ പറയാൻ തുടങ്ങി, ജനങ്ങൾ പറയാൻ തുടങ്ങി, കണ്ടോ ഹബീബിൻ്റെ പൊന്നുമോനങ്ങ് വഫാത്തായപ്പോ എന്നും പ്രകാശം നൽകുന്ന സൂര്യന് പോലും അതാ ദുഃഖം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് സൂര്യഗ്രഹണമല്ലേ, എന്തിനാണ് സൂര്യഗ്രഹണമുണ്ടായതെന്നോ, ഹബീബിൻ്റെ പൊന്നുമോൻ മരിച്ചതിൻ്റെ ദുഃഖപ്രകടനമാണതെന്ന് പറഞ്ഞ് ജനങ്ങൾ ഈ വർത്തമാനം കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പ്രചരിപ്പിക്കുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാതിലെത്തുന്നു വിവരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ മദീനയിലെ മിമ്പറിലേക്ക് കയറിയിട്ട് ഉപദേശം തുടങ്ങുകയാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഓ ജനങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്, റബ്ബുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. ലാ യൻഖസിഫാനി ലി അഹദി മൗത്തിൻ വലാ ലി ഹയാതിഹി. ആരുടെയെങ്കിലും ജനനം കാരണമോ ആരുടെയെങ്കിലും മരണം കാരണമോ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫഇദാ റഅയ്തും, നിങ്ങളത് കാണുകയാണെങ്കിൽ ഫസല്ലൂ, നിങ്ങൾ നമസ്കരിക്കണേ. നിങ്ങൾ സൂര്യഗ്രഹണമുണ്ടാകുമ്പോൾ നമസ്കരിക്കണേ, ചന്ദ്രഗ്രഹണമുണ്ടാകുമ്പോൾ നമസ്കരിക്കണേ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. ഇബ്രാഹീമേ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണെന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ദുഃഖാചരണമില്ല. ഇസ്ലാമിലുള്ള ആകെയുള്ള ദുഃഖാചരണം നോക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി 3 ദിവസം ദുഃഖമാചരിക്കാം. അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ അതിന് നിശ്ചയിക്കപ്പെട്ട ഇദ്ദകാലമായി അവർക്ക് ദുഃഖമാചരിക്കാം എന്നതല്ലാതെ ഒരു വാർഷികമായ ദുഃഖാചരണം ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്ത് ഷിയാക്കളി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ലെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? എന്തിനാ മുഹറം 10 നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചില മീഡിയകളിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മീഡിയകളിലുള്ള അവതാരകന്മാർ, ചാനലുകളിലുള്ള അവതാരകന്മാർ, അവർക്ക് ഇസ്ലാം അറിയില്ലല്ലോ. അവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ചില അവതാരകന്മാർ പറയാണ് മുസ്ലിമീങ്ങൾ മുഹറം 10 നോമ്പെടുക്കുന്നത് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിൻ്റെ ദുഃഖാചരണമാണെന്ന് മീഡിയകളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ മടിക്കാത്ത ആളുകളുണ്ട്. എങ്ങനെയാണിത് പഠിച്ചു വെച്ചതെന്നറിയുമോ? ലോകത്ത് മുസ്ലിമീങ്ങൾ എന്ന പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടി കണ്ടിട്ടല്ലേ അമുസ്ലിമീങ്ങളും തെറ്റിദ്ധരിച്ചു പോയത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. മുഹറം 10 നോമ്പ് ദുഃഖാചരണവുമല്ല. അന്ന് അല്ല തന്ന വിജയത്തിന് നന്ദി കാണിക്കലാണ്, ഹബീബിനെ പിൻപറ്റലാണ്, മൂസ അലൈഹിസ്സലാമിൻ്റെ ചര്യയുമാകുന്നു അത്. അതാണ് നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടത്. എന്തിനാണ് മുഹറം മാസത്തിൽ 10 നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്? അതിനുള്ള മറുപടിയാണത്. അല്ല തന്ന നിഅമത്തിനുള്ള നന്ദിയാണ്, ഹബീബ് കാണിച്ചു തന്ന ചര്യയാണ്, അതല്ലാതെ ദുഃഖാചരണമല്ല. ദുഃഖാചരണം ഇസ്ലാമിലില്ല. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ഷിയായിസം ലോകത്ത് പ്രചരിക്കുകയായിരുന്നു. ലോകത്ത് പ്രചരിച്ചു ഇസ്ലാമിൻ്റെ പേരിൽ. ഷിയായിസം എവിടെന്നാ വന്നത്? ഷിയായിസം അത് ആരുടെ ഉൽപ്പന്നമാണ്? ജൂതൻ്റെ പ്രൊഡക്റ്റാണ് ഷിയായിസം. ജൂതനാണ് ഷിയായിസം ഷിയാക്കളെ ലോകത്ത് കൊണ്ടുവന്നത്. അങ്ങനെ ജൂതൻ്റെ പ്രൊഡക്റ്റായ ഷിയായിസം, ജൂതൻ അതിവിദഗ്ധമായി അവൻ്റെ ഉൽപ്പന്നം ലോകത്ത് വിറ്റഴിക്കുകയായിരുന്നു. അങ്ങനെ പല നാടുകളിലേക്കും ഈ ആദർശം കുടിയേറി പാർത്തു. കേരളത്തിലും വന്നു, അതേപോലെ ഇന്ത്യയിലും വന്നു, പലയിടങ്ങളിലും വന്നു. അങ്ങനെ ജൂതനിൽ നിന്ന് കിട്ടിയതാണ് പലർക്കും. മുഹറം മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉമ്മമാര് നെട്ടുകയാണ്. എവിടുന്നാ കിട്ടിയത്? ഷിയായിസത്തിന്റെ വരവ് കണ്ടോ? മുഹറം മാസം എന്ന് കേൾക്കുമ്പോൾ പേടിയോടെയാണ് പലരും ആ മാസത്തെ വരവേൽക്കുന്നത്. മാസം മറഞ്ഞു കാണാൻ പറ്റില്ല. മുഹറം മാസം മറഞ്ഞു കാണാൻ പറ്റില്ല. മറഞ്ഞു കണ്ടാലോ ആ വരുന്ന വർഷത്തിലെ ദുഃഖം തീരാ ദുഃഖം തന്നെയാണ്. ദുരിതം തീരുകയില്ല. അതുകൊണ്ട് വൃക്ഷങ്ങളുടെ ശിഖരങ്ങളുടെ ഇടയിലൂടെ ഇലകൾ മറയാതെ ആളൊഴിഞ്ഞ പ്രദേശത്ത് പോയി ആരും മറയാതെ കാണണം. എന്ത് മാസം? അല്ലെങ്കിൽ അത് അപലക്ഷണമായി കാണുന്നവരില്ലേ? ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മാസം കാണുമ്പോൾ മറഞ്ഞു കാണരുത്, മറഞ്ഞു കാണൽ അപലക്ഷണമാണെന്ന് ഹബീബ് പറഞ്ഞോ? അനുചരന്മാരങ്ങനെ ആ നിലക്കുള്ള ഒരു കാര്യം പഠിപ്പിച്ചോ? ഇല്ലല്ലോ. മറിച്ച് ഹബീബ് പറഞ്ഞതെന്താണ്? ഏത് ഹിലാലിനെ ആണെങ്കിലും നിങ്ങൾ ദർശിക്കേണ്ടത് പ്രാർത്ഥനയോടെയാകണം.
നമ്മൾ മനസ്സിലാക്കണം, ഏത് മാസം നിങ്ങൾ കാണുകയാണെങ്കിലും പ്രാർത്ഥനയോടെയാണ് ആ മാസത്തെ നിങ്ങൾ കാണേണ്ടത്, ദർശിക്കേണ്ടത്. മറഞ്ഞതോ മറയാതെ കാണുന്നതോ ഖൈറും ഷർറിനുമുള്ള കാരണങ്ങളല്ല മുസ്ലിമേ. അതുകൊണ്ട് പഠിച്ചു വെക്ക്. ഇലകൾക്കിടയിലൂടെ മറയാതെ കാണാൻ ശ്രമിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച പ്രാർത്ഥന അറിയില്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാസം കാണുമ്പോൾ എന്താ പറയാൻ പറഞ്ഞത്? നമുക്കറിയില്ലെങ്കിൽ നമ്മളത് പഠിക്കണം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുകല്ലാഹ്. പഠിക്കണേ മുസ്ലിമേ, നമ്മൾ പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുകല്ലാഹ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹില്ലഹു അലൈനാ, ഈ മാസത്തെ ഞങ്ങൾക്ക് നീ ഉദിപ്പിച്ചു തരണേ. ബിൽ അംനി വൽ ഈമാൻ, നിർഭയത്വത്തോടെ ഞങ്ങളുടെ ഈമാനിന് പരിരക്ഷയായ നിലക്ക്, വസ്സലാമതി വൽ ഇസ്ലാം, ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന നിലക്ക്, ഞങ്ങളുടെ ഇസ്ലാമിന് പരിരക്ഷയായ നിലക്ക് ഈ മാസത്തെ ഞങ്ങൾക്ക് ഉദിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥനയോടുകൂടെ മാസം കാണേണ്ട മുസ്ലിം പേടിച്ചുകൊണ്ട് നടക്കുകയാണ്. മറഞ്ഞു കാണാൻ പറ്റില്ലെന്ന്. എവിടുന്നാ ഇത് വന്നത്? ഇത് ജൂതനിൽ നിന്ന് വന്ന ആശയമാണ്. ഇത് ഷിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച ദുഷിച്ച ആശയമാണ്. മാത്രല്ല, മുഹറം മാസം വന്നാൽ മുഹറം 10 കഴിയാതെ ഒന്നും വേണ്ട. മകൾക്ക് കല്യാണം വന്നു. കല്യാണം നിശ്ചയിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, കലണ്ടർ എടുക്കുമ്പോൾ പള്ളിയിൽ നേതൃത്വം നൽകുന്ന മൊല്ല പറയുന്നു, അതല്ലെങ്കിൽ മുസ്ലിയാർ പറയുന്നു, മൗലവി പറയുന്നു, എന്ത്? കലണ്ടർ എടുത്തിട്ട് നമുക്കൊരു ഡേറ്റ് കാണാം എന്ന് പറയുമ്പോൾ ഡേറ്റ് നോക്കിയിട്ട് പറയാണ് മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം 10 കഴിഞ്ഞോട്ടെ. പവിത്രമായൊരു മാസത്തെയാണല്ലോ ഈ സമുദായം ഇങ്ങനെ പേടിക്കുന്നത്. കട തുടങ്ങി, എല്ലാം ഡെക്കറേഷനും കഴിഞ്ഞു, ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതാ മുഹറം മാസം, ആ മുഹറം 10 കഴിഞ്ഞോട്ടെ. കച്ചവടം തുടങ്ങാൻ പേടിയാണ്, ബിസിനസ് ആരംഭിക്കാൻ പേടിയാണ്, കട ഉദ്ഘാടനം ചെയ്യാൻ പേടിയാണ്, കല്യാണം നിശ്ചയിക്കാൻ പേടിയാണ്. ഗൾഫിൽ പോകുമ്പോൾ, ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ട്രാവൽസുകാരനോട് പറയുന്നു മുഹറം 10 കഴിഞ്ഞിട്ടൊരു ഡേറ്റ് മതി കേട്ടോ. എല്ലാ നിലക്കും ഈ മാസത്തെ ഭയക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നാട് നീങ്ങി എന്ന്. പക്ഷേ നാട് നീങ്ങിയിട്ടില്ല, നാട് നീങ്ങിയിട്ടില്ല. ഇപ്പോഴും പലരുടെയും മനസ്സിൽ ഈ ജൂതായിസം ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിവസങ്ങളെ നെഹ്സായി കാണുന്ന ജൂതന്റെ ദുഷിച്ച ആശയം നോക്കൂ നിങ്ങൾ. ഇന്നത് ഒന്നുകൂടെ മോഡേൺ വൽക്കരിച്ചിരിക്കുകയാണ്. ഇന്ന് അതൊന്നുകൂടെ മോഡേൺ വൽക്കരിച്ചിരിക്കുന്നു. അതെങ്ങനെ? കമ്പ്യൂട്ടർ ജാതകം വന്നപ്പോ, ഇന്റർനെറ്റ് വന്നപ്പോ ഒന്നുകൂടെ ആധുനികവൽക്കരിച്ചിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ വരുന്ന മാസികകൾ, നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ, നമ്മുടേതായ ഇന്റർനെറ്റിലൂടെ നമുക്ക് വരുന്ന മെസ്സേജുകൾ, അതിലൂടെയൊക്കെ അതാ നാള് നോക്കുന്ന സമ്പ്രദായം മുസ്ലിമേ ചെയ്യാൻ പാടില്ല. സഹോദര, ചെയ്യാൻ പാടില്ല. നാള് നോക്കുന്നു ചില ആളുകൾ ഇല്ലേ, അശ്വതിയും കാർത്തികയും ഭരണിയും ഒക്കെ നോക്കിയിട്ട് നാള് നിശ്ചയിക്കുകയാണ്, നാള് നോക്കുകയാണ്. എന്നിട്ട് അതാ ഫെബ്രുവരി മുതൽ മാർച്ച് 10 വരെ, മാർച്ച് 10 മുതൽ അടുത്ത മാസം 25 വരെ എന്നിട്ട് നോക്കുകയാണ് നാള്. എൻ്റെ നാള് ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കെന്തെങ്കിലും വരാനുണ്ടോ, അപകടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ആധുനികമായി ഇതിനെയൊക്കെ മോഡേൺ വൽക്കരിച്ചിട്ട് ഈ ദുഷിച്ച സമ്പ്രദായവുമായി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണേ, ഈമാനാണ് ചോർന്നു പോകുന്നതെന്ന്. അല്ലേ? മൊബൈൽ കമ്പനികളിൽ നിന്ന് മെസ്സേജ് വരികയാണ്, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ജ്യോതിഷി നിങ്ങളുമായി സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. ടോൾ ഫ്രീ, നിങ്ങൾക്ക് കാശില്ല, വിളിച്ചോ, എന്നിട്ട് ജ്യോതിഷിയോട് ചോദിക്ക്, വിവരങ്ങൾ അന്വേഷിക്ക്. അപ്പം ചില ആളുകൾ എന്താ ഇപ്പം ടോൾ ഫ്രീ അല്ലേ, നഷ്ടമാകാനൊന്നുമില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം എന്ന നിലക്ക് വിളിക്കുകയാണ്. അവൻ മനസ്സിലാക്കുന്നില്ലോ, അവൻ്റെ കീശയിലെ കാശ് തുലയുന്നില്ലെങ്കിലും അവൻ്റെ കൽബിൽ കിടക്കുന്ന ഈമാനല്ലേ തകർന്നു പോകുന്നത്. ആരാ ചിന്തിക്കാറുള്ളത്? ഇന്ന് മൊബൈൽ കമ്പനികളുടെ രംഗപ്രവേശനം, മൊബൈൽ കമ്പനികളുടെ തരംഗമാണ്. നാട്ടിലൊക്കെ ചെന്നാൽ അറിയാം. അതേപോലെ തന്നെ നാള് നോക്കുന്ന വിവിധങ്ങളായ സമ്പ്രദായങ്ങൾ നാട് നീളെ പ്രചരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമേ, നാള് നോക്കുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല. അശ്വതിയും കാർത്തിയും ഭരണിയുമൊന്നും നമ്മുടെ സമ്പ്രദായമല്ല. ഈ നിലക്ക് ദിവസങ്ങളെ നെഹ്സായി കാണലും നമ്മുടെ സമ്പ്രദായമല്ല. ഈ നിലക്കുള്ള ആരുടെയെങ്കിലും അരികിലേക്ക് പോയാലോ,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മന്നതാ അറാഫൻ, ആരെങ്കിലും ഭാവി പ്രവചിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരുത്തൻ്റെ അടുത്ത് പോയിട്ട്, ഔ കാഹിനൻ, അതല്ലെങ്കിൽ ഈ നിലക്കുള്ള ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ ഒരാൾ പോയിട്ട്, ഫസദ്ദഖഹു ബിമാ യഖൂലു, അവൻ പറയുന്നതങ്ങ് സത്യപ്പെടുത്തി കഴിഞ്ഞാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനേതാവിനെ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ അവൻ കാഫിറായല്ലോ. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, കാഫിറായി പോയി. അതുകൊണ്ട് ആ സമ്പ്രദായം വേണ്ട. ദിവസങ്ങൾക്ക് നഹ്സായി കാണുന്ന സമ്പ്രദായം വേണ്ട. ദിവസങ്ങളാണ് ഖൈറും ശർറും നിശ്ചയിക്കുന്നതെന്ന വിശ്വാസം വേണ്ട. അത് നമുക്ക് പാടില്ല. നോക്കൂ, സ്വഹാബത്ത് ഒരു സംഭവം പറയുന്നു, സഹീഹുൽ ബുഖാരിയിൽ കാണാം. സ്വഹാബത്ത് പറയാണ്, എന്താ അവർ പറയുന്നത്? സ്വല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് സുബഹി ജമാഅത്തിന് നേതൃത്വം നൽകി. സുബഹി നിസ്കരിച്ചു. ശരിക്കും മനസ്സിലാക്കേണ്ട സംഭവമാണ്. അങ്ങനെ എപ്പോഴാ നിസ്കരിച്ചത്, എപ്പോഴാണ് ആ സംഭവം നടക്കുന്നതെന്നോ? അലാ അഥരി സമാഇൻ അലാ ഇഥരി സമാഇൻ കാനത് മിനൽ ലൈലി, കഴിഞ്ഞ രാത്രിയിൽ അതാ കഴിഞ്ഞ രാത്രിയിൽ മഴ വർഷിച്ചിട്ടുണ്ട്. മഴ വർഷിച്ച രാത്രി കഴിഞ്ഞിട്ട് സുബഹിക്ക് നേതൃത്വം നൽകുകയാണ്. ഫലമ്മൻ സറഫ, നമസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി. അഖ്ബല അലന്നാസി, എന്നിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു അല്ലാഹുവിൻ്റെ റസൂല്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബെന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ അനുചരന്മാരെ? നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നിട്ട് ചോദിക്കുക, നിങ്ങളെ റബ്ബെന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും മാത്രമേ അറിയൂ. ഖാല, എങ്കിൽ അല്ല പറഞ്ഞത് ഇങ്ങനെയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ, ഇന്ന് നേരം പുലർന്നപ്പോൾ എൻ്റെ അടിമകളിൽ നിന്ന് ചിലർ മുഅ്മിനീങ്ങളായിട്ടുണ്ട്, വേറെ ചിലർ കാഫിറുകളായിട്ടാണ് അവർക്കിന്ന് നേരം സുബഹിയായത്. എങ്ങനെയാണത് സംഭവിച്ചത്? ഫഅമ്മാമൻ ഖാല മുത്തിർനാ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി വകാഫിറുൻ ബിൽ കവാകിബി. ഇന്നിപ്പോ ആരാണോ പറഞ്ഞത് ഇന്നലെ കിട്ടിയ മഴ അള്ളാഹുവിൻ്റെ ഫളിലൊന്നുകൊണ്ട് മാത്രമാണ് കിട്ടിയതെന്ന് ആര് പറഞ്ഞോ, അവൻ എന്നിൽ വിശ്വസിച്ചോ, ഞാറ്റുവേലയില്ല വിശ്വസിച്ചിരിക്കുന്നു. വഅമ്മാമൻ ഖാല, എന്നാൽ ആരാണോ ഇന്ന് നേരം പുലർന്നപ്പോൾ പറഞ്ഞത് ബിനൗഇ കദാ വകദാ, ഇന്നലെ കിട്ടിയ മഴ ഇന്ന നാറ്റുവേല കൊണ്ടാണ് കിട്ടിയതെന്ന് ആരാണോ പറഞ്ഞത്, ഫദാലിക കാഫിറും ബി വമുഅ്മിനും ബിൽ കവാകിബി, അവൻ എന്നിൽ കാഫിറായിട്ടുണ്ട്, അവൻ നാറ്റുവേലയിൽ വിശ്വസിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഒരു വാചകം, നമ്മൾ പറയുന്നൊരു വാചകം കൽബിൽ കിടക്കുന്ന ഈമാൻ നഷ്ടമാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നേരിയ നിലക്കുള്ള തകരാറ് വന്നാൽ ഈമാൻ നോക്കൂ നഷ്ടമാകും സഹോദരങ്ങളെ. അതുകൊണ്ട് ഈമാനിനെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. ഈ നിലക്കുള്ളതിൻ്റെ പിന്നാലെ പോകരുത്. ഞാൻ പറയട്ടെ 2 ഉദാഹരണങ്ങൾ. അത് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും ഈ വിഷയവുമായി. അതെന്താണ്? നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കണം. എന്താണ് സഹോദരങ്ങളെ? നമുക്ക് ഖൈറും ഷർറുമൊക്കെ നൽകുന്നത് അള്ളയല്ലേ? ഇനി ഒരാൾ വിശ്വസിക്കുകയാണ്, ചില വ്യക്തികൾ കാരണമാണ് എനിക്ക് ഖൈറും ഷർറും ഉണ്ടാകുന്നത്, ചില സമയങ്ങൾ കാരണമാണ് എനിക്ക് ഖൈറും ഷർറും വരുന്നത് എന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അവൻ മനസ്സിലാക്കണം, അത് മുസ്ലിമിൻ്റെ ഏർപ്പാടല്ല, കാഫിറിൻ്റെ സ്വഭാവമാണ്. എന്താ പറഞ്ഞ്? ചില വ്യക്തികൾ കാരണമാണ് എനിക്ക് ഖൈറും ഷർറും വരുന്നത്, ചില സമയം കാരണമാണ് എനിക്ക് ഖൈറും ഷർറും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് കുഫാറിൻ്റെ വിശ്വാസമാണ്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, വ്യക്തികളിൽ ഖൈറും ഷർറും നിശ്ചയിക്കുന്നതിൻ്റെ ഉദാഹരണം ഖുർആൻ പറയുന്നു. സൂറത്തു യാസീൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? സൂറത്തു യാസീനിലൊരു ഉദാഹരണം അല്ലാഹു പറഞ്ഞു തരാണ്. എന്താ ഉദാഹരണം എന്നറിയോ? അള്ളാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയാണ്, ഒരു നാട്ടുകാരുടെ ഉദാഹരണം ഓതിക്കൊടുക്ക് നബിയേ, ഒരു നാട്ടുകാരുടെ കഥ ഓതിക്കൊടുക്ക് നബിയേ. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ.
നബിയെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കൂ ഒരു ഉദാഹരണം, ഒരു ഗ്രാമക്കാരുടെ ഒരു നാട്ടുകാരുടെ ഉദാഹരണം. അവരിലേക്ക് റബ്ബിന്റെ ദൂതന്മാര് വന്ന സന്ദർഭം, ആ നാട്ടുകാരിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് വന്നു. ഇത് അർസൽനാ ഇലൈഹി മുത്നൈനി ഫകദ്ദബൂഹുമാ, രണ്ട് ദൂതന്മാര് വന്നപ്പോ നിഷ്ഠൂരമായി ആ ദൂതന്മാരെ അവര് നിഷേധിച്ചു തള്ളുകയായിരുന്നു, ആ ദൂതന്മാരെ അവര് കളവാക്കുകയായിരുന്നു. അപ്പോൾ ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തെ ഒരു ദൂതനെയും അവരിലേക്ക് ശക്തി പകരുന്നതിന് വേണ്ടി അള്ളാഹ് നിയോഗിച്ചപ്പോ ഫഖാലു, ആ ദൂതന്മാര് മുഴുവനും അവരോട് പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിതരായ ദൂതന്മാരാണ്, ഞങ്ങൾ പറയുന്നതൊന്നു കേൾക്കൂ ജനങ്ങളെ. മൂന്ന് പ്രവാചകന്മാരും അവരോട് പറഞ്ഞപ്പോ ആ പ്രവാചകന്മാരോട് ജനങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? കാലു അവർ പറയുകയാണ്, ഇന്നാ തത്വയ്യർനാ ബിക്കും, ഇന്നലെ വരെ ഞങ്ങൾക്കിവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ദുശ്ശകുനമാണ്. നിങ്ങൾ ഈ നാട്ടിലേക്ക് കാലുകുത്തിയത് മുതൽ ഞങ്ങൾക്ക് ദുശ്ശകുനമാണ്. ലഇല്ലം തൻതഹൂ, അതുകൊണ്ട് നിങ്ങളോടും മൂന്ന് പേരോടും ഞങ്ങൾ പറയട്ടെ, ഈ ഏർപ്പാട് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക മാത്രമല്ല, വലയമസന്നക്കും മിന്നാ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് കിട്ടും. നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് ദുശ്ശകുനമാണ്, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വരാൻ തുടങ്ങി, അതുകൊണ്ട് നിങ്ങളാണ് അതിനുള്ള കാരണമെന്ന് അവരോട് പറഞ്ഞപ്പോ പാവപ്പെട്ട ദൂതന്മാരവരോട് പറയുകയാണ്, കാലൂ ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ദുശ്ശകുനം നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ് ജനങ്ങളെ, ഞങ്ങൾ വന്നതുകൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് ദുരിതമുണ്ടായത്. അഇൻദുക്കിർത്തും, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടിട്ട് ഇതാണോ നിങ്ങളുടെ നിലപാട്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയായി മാറിയല്ലോ ജനങ്ങളെ, ഞങ്ങൾ വന്നിട്ടൊന്നല്ലല്ലോ നിങ്ങൾക്കിതുണ്ടായത്, ഇതൊക്കെ അള്ളാഹ് നിശ്ചയിച്ചത് നിങ്ങൾക്ക് മുമ്പേ ഉള്ളത് തന്നെയല്ലേ. പാവപ്പെട്ട ഞങ്ങൾ വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ദുരിതമുണ്ടായതെന്ന് നിങ്ങൾ പറയുന്നത് അപരാധമായി പോയി ജനങ്ങളെ എന്ന് ആ നാട്ടുകാരോട് പാവപ്പെട്ട ദൂതന്മാര് പറയുകയായിരുന്നു. എന്താ മനസ്സിലായത്? ഇത് കുഫാറുകളുടെ മനോഭാവമാണ്. ചില വ്യക്തികളാണ് ഖൈറും ഷർറിനുമൊക്കെ കാരണക്കാര്. എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കൂ. സൂറത്തുൽ അറാഫിൽ അതാ മറ്റൊരു സംഭവം അല്ലാഹ് പറയുന്നു, വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീൻ വനഖ്സിം മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ, ഫിർഔനിന്റെ ആളുകളെ ഞാൻ പിടിച്ചു, ചില വർഷങ്ങളെ കൊണ്ട് നാം അവരെ പിടിച്ചു. വനഖ്സിം, അവർക്ക് ചില കുറവുകൾ വരുത്തി, മിനസ് സമറാത്തി, ഫലവർഗ്ഗങ്ങളെ കൊണ്ട്, ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിച്ചു മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞില്ലേ, ഫിർഔന്റെ ആളുകൾക്ക് ക്ഷാമം വന്നു. മാത്രമല്ല ഫലവർഗ്ഗങ്ങളിൽ വമ്പിച്ച കുറവ് വന്നു ഒരു വർഷം, ചില വർഷങ്ങളിൽ. അങ്ങനെ തീരാ ക്ഷാമം വന്നപ്പോ എന്താ അവര് പറഞ്ഞതെന്നറിയാം? മൂസാ നബി അവിടെ ഉണ്ടായിരുന്നു, അനുചരന്മാരവിടെ ഉണ്ടായിരുന്നു മൂസാ നബിയുടെ. ഇതവർ വന്നപ്പോ, ഈ ക്ഷാമം വന്നപ്പോ ഫിർഔനും അവന്റെ ആളുകളും മൂസയോട് പറയുകയാണ്, ഫഇദാ ജാഅതുഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദി, നന്മ വന്നാൽ അവർ പറയും ഇത് ഞങ്ങൾക്കുള്ളത് തന്നെയാണ്, ഇത് ഞങ്ങളുടെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. വഇൻ തുസിബുഹും സയ്യിആ, അവർക്ക് ചീത്ത ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയും യതയ്യറൂ ബി മൂസാ വമൻ മഅഹു, ഇത് മൂസയുടെയും അവന്റെ ആളുകളുടെയും കാരണമായി നമുക്ക് കിട്ടിയ ദുശ്ശകുനമാണ് എന്നവർ പറയുമായിരുന്നു. എക്കാലഘട്ടത്തിലെയും മുശ്രിക്കുകളുടെ സമ്പ്രദായമാണ് ഖൈറും ഷർറും അല്ലാഹുവിലേക്ക് നിശ്ചയിക്കുന്നതിന് പകരം വ്യക്തികളിലേക്കും സമയങ്ങളിലേക്കും ഖൈറും ഷർറും നിശ്ചയിക്കുന്നത്. ഇതിപ്പോ വ്യക്തികളുടെ ഉദാഹരണമല്ലേ പറഞ്ഞത്, ഇനി സമയത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നു. ഞാൻ നിർത്തുകയാണ്, പക്ഷേ ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വന്നു? മക്കത്ത് വന്നു. മക്കത്ത് വന്നപ്പോ മുശ്രിക്കീങ്ങൾക്ക് ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സമ്പ്രദായം? ചില മാസങ്ങൾ ഒന്നിനും കൊള്ളില്ലെന്നവർ വിശ്വസിച്ചു. ചില മാസങ്ങൾ നഹ്സാണെന്നവർ കണക്കാക്കി. ആ മാസത്തിൽ കച്ചവടം പറ്റില്ല, ആ മാസത്തിൽ നല്ല കാര്യങ്ങൾ പറ്റില്ല, ആ മാസത്തിൽ നന്മക്ക് മുന്നിട്ടിറങ്ങിക്കൂടാ എന്നവർ ദുശ്ശകുനമായി കണക്കാക്കിയ ചില മാസങ്ങൾ. ആ മാസങ്ങളിൽ ഒന്നാണ് സഫർ മാസം.
റസൂലുള്ളാഹി വരുന്ന കാലഘട്ടത്തിലെ സ്ഥിതിയാ പറയുന്നത്. സഫർ മാസം വന്നാൽ മുശ്രിക്കീങ്ങൾക്ക് ബേജാറാണ്. ഇന്ന് നമ്മുടെ ഉമ്മമാര് പേടിക്കുന്നത് പോലെ, ഇന്ന് നമ്മുടെ സഹോദരന്മാര് പേടിക്കുന്നത് പോലെ, ഇന്ന് മുഹറം മാസത്തെ പേടിക്കുന്നത് പോലെ സഫർ മാസം വന്നാൽ പേടിയാണ്. വല്ലാത്ത ബേജാറ്, വല്ലാത്ത പേടി, ഭയം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ജനങ്ങളെ, ലാ സഫറ, സഫർ ശകുനമല്ല ജനങ്ങളെ, സഫർ മാസം ദുശകുനമല്ല ജനങ്ങളെ, സഫർ മാസം നഹ്സല്ല ജനങ്ങളെ. ഈ നഹ്സ് കണക്കാക്കുന്നതിന്റെ അടിവേരറുക്കുകയായിരുന്നു അല്ലാഹുവിന്റെ റസൂല്. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി അവരെ ശുദ്ധീകരിച്ച് നല്ലൊരു സമുദായമായി അവർ മാറി. റസൂലുള്ളാഹി വഫാത്തായി വർഷങ്ങൾ പലതും കഴിഞ്ഞപ്പോ പിന്നീടുണ്ടാകുന്ന ദുരന്തം, വിരോധാഭാസം, അല്ലാഹുവിന്റെ റസൂല് പവിത്രമായി പഠിപ്പിച്ച മുഹറം മാസം അതാ നഹ്സായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു. മഅദല്ലാഹ്. അതൊന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇതിനൊക്കെ അടിവേരറുത്ത് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. സഹാബാക്കൾ അത് വിശ്വസിച്ചു, മനസ്സിലാക്കി. നല്ലൊരു ഉമ്മത്ത് കഴിഞ്ഞു പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ പവിത്രമാക്കി പഠിപ്പിച്ച മാസം തന്നെ നഹ്സായി അവതരിപ്പിക്കുന്നു. ആരാണ് ഈ പണി ചെയ്തത്? ആരാണ് ഈ പണിയൊപ്പിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്നൊരു ജൂതൻ ഉണ്ടായിരുന്നു. അയാൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ടിട്ട് ഇസ്ലാമിൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പണ്ഡിതനായി അഭിനയിച്ചിട്ട് അതാ ജൂതായിസം ഇസ്ലാമിന്റെ പേരിൽ മെല്ലെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അറിയാതെ മുസ്ലിമീങ്ങൾ അത് ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അഹ്ലു സുന്നത്തിന്റെ പേരിലും അതാ നഹ്സിന്റെ ദിനങ്ങൾ പ്രചരിപ്പിക്കുന്നല്ലോ. സുബ്ഹാനല്ലാഹ്. അഹ്ലു സുന്നത്തിന്റെ പേരിൽ എത്ര പോയി അത്. മുഹറം മാസം മാത്രമല്ല, മുഹറം മാസത്തിന്റെ 10 മാത്രമല്ല, യൗമുൻ നഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസമില്ലേ നിങ്ങൾക്കറിയോ? ഏതാ യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ? യൗമുൻ നഹർ ഏതാണ് യൗമുൻ നഹർ? ബലിദിനമില്ലേ? ദുൽഹിജ്ജ 10 ആദരിക്കപ്പെട്ട ദിനമില്ലേ? ഹാജിമാര് ബലി നൽകുന്ന മഹനീയമായ ദിനമില്ലേ? നിങ്ങളെടുത്ത് ഇന്ന് തന്നെ പരിശോധിച്ചു നോക്കൂ, നാട്ടിലേക്ക് വിളിച്ചു നോക്കൂ. നിങ്ങളുടെ വീടുകളിൽ പലരുടെയും വീടുകളിലെ ചുമരിൽ പലരും സുന്നത്ത് ജമാഅത്താണെന്ന് പറഞ്ഞ് ഇറക്കുന്ന പല കലണ്ടറുകളുടെയും പേജ് എടുത്ത് മറിച്ചു നോക്ക്. ദുൽഹിജ്ജ 10 നഹ്സിന്റെ ദിനമാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. സഹോദരന്മാരെ, എന്തൊരപകടമാണിത്. പല ദിവസങ്ങളെയും നഹ്സായി കണക്കാക്കി. ആരാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത്? ജൂതൻ തന്നെ. അബ്ദുല്ലാഹി ഇബ്നു സബഅ അഹ്ലു ബൈത്തിനോട് സ്നേഹം നടിച്ചിട്ട് അതാ നശിച്ച പിഴച്ചുപോയ സമ്പ്രദായങ്ങള് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞതെങ്കിലും അംഗീകരിക്കുമോ? അവര് പുകഴ്ത്തിപ്പറയുന്ന പണ്ഡിതന്മാര് പറഞ്ഞതെങ്കിലും അവരംഗീകരിക്കുമോ? നിങ്ങൾക്കറിയുമോ, ഈ നിലക്കുള്ള നഹ്സ് കണക്കാക്കുന്ന ആളുകൾ ആദരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി. അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്, ഫതാവൽ ഹദീസിയ എന്ന പേരിലുള്ള ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുകയാണ്, ഈ ദിവസങ്ങൾക്ക് നഹ്സ് കണക്കാക്കുന്ന സമ്പ്രദായമില്ലേ, വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദി, അത് ജൂതന്മാരുടെ സമ്പ്രദായമാണ്, വലാ മിൻ ഹദിയിൽ മുസ്ലിമീന അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം, അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്ന മുസ്ലിമീങ്ങളുടെ സമ്പ്രദായമല്ല. മുസ്ലിമീങ്ങൾ അവരുടെ റബ്ബിലാണ് ബരമേൽപ്പിക്കുന്നത്. ദിവസങ്ങളെ നഹ്സായി കാണുന്ന സമ്പ്രദായം ജൂദായിസം തന്നെ എന്ന് ഫതാവൽ ഹദീസിയ എന്ന പുസ്തകത്തിൽ ഇബ്നു ഹജറിന്റെ ഹൈതമിയുടെ വാദമായി, അദ്ദേഹത്തിന്റെ വാചകമായി രേഖപ്പെടുത്തുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ സഹോദരന്മാരെ, എത്രമാത്രം അപകടമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹ് പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി പറയാണ്, യുദീനി ഇബ്നു ആദം, ആദമിന്റെ മക്കളിതാ, മനുഷ്യരിതാ എന്നെ ഉപദ്രവിക്കുന്നു. അല്ലാഹ് പറയുന്നു. അള്ളാഹിനെ ഉപദ്രവിക്കാൻ കഴിയുമോ നമുക്ക്? മാലിക്കുൽ മുലൂക്കായ റബ്ബിനെ നമ്മൾ എങ്ങനെ ഉപദ്രവിക്കും? സാധ്യമല്ലല്ലോ. പക്ഷേ അള്ളാഹുവിനെ ഉപദ്രവിക്കുന്ന ഒരു മാർഗമുണ്ട്. അതെങ്ങനെയാണ്? യസുബ്ബുദ്ദഹ്റ, കാലങ്ങളെ ചീത്ത പറയലാണത്.
ദിവസങ്ങളെ ചീത്ത പറയലാണ്. ചൊവ്വാ ദിവസം ഒന്നിനും പറ്റില്ല, ചൊവ്വാദോഷം. എവിടുന്നാ വന്നത്? ഹൈന്ദവരിൽ നിന്ന് വന്ന വിശ്വാസമല്ലേ അത്, ചൊവ്വാദോഷം. അതേപോലെ തന്നെ ചില ദിവസങ്ങൾ ഒന്നിനും പറ്റില്ലെന്ന് പറയുന്നത് ആരുടെ സമ്പ്രദായമാണ്? അതൊക്കെ മുസ്ലിമീങ്ങളുടെ സമ്പ്രദായമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്കൊന്നിനും പറ്റില്ല, ഇന്നത്തെ ദിവസം എന്നെ മോശമാക്കി എന്നാരും പറയണ്ട. ദിവസങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്. ഒറ്റ ദിവസത്തിനും നോക്കൂ മോശത്തരമില്ല, നഹ്സില്ല, അപലക്ഷണമില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, റസൂൽ പറയാണ്, ഞാനാണ് കാലം, ഉഖല്ലിബുൽ ലൈല വന്നഹാറ, രാവും പകലും ഞാനാണ് ജനങ്ങളെ മാറ്റിമറിക്കുന്നത് അല്ല പറയുന്നു. അതുകൊണ്ട് ഒരൊറ്റ ദിവസവും മോശമാണെന്ന് പറയില്ലേ, ദിവസത്തിന് നഹ്സ് കണക്കാക്കല്ലേ. നമ്മുടെ റബ്ബിനെ ചീത്ത പറയുന്നതിന്, റബ്ബിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണത്. മുസ്ലിമേ, നമ്മുടെ വിശ്വാസം എന്താ? സഹോദര, നമ്മുടെ വിശ്വാസം എന്താ? ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തത് ഏതാ? ആറാമത്തത് വഅൻ തുഅ്മിന, നീ വിശ്വസിക്കലാണ്. നീ വിശ്വസിക്കലാണ് എന്ത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ശർറും എനിക്ക് എൻ്റെ റബ്ബിങ്കൽ നിന്നാണ് എന്ന് വിശ്വസിക്കലല്ലേ ആറാമത്തെ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത്. അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വിശ്വാസമല്ലേ ഇത്? മുഹറം 10 ദിവസങ്ങളാണ് എൻ്റെ ദോഷത്തിന് കാരണമെന്ന് വിശ്വസിക്കൽ, അതല്ലെങ്കിൽ ഇന്ന ദിവസമാണ് എനിക്ക് ശർറ് വരാൻ കാരണമെന്ന് വിശ്വസിക്കൽ, അത് ഈമാനിൻ്റെ അടിവേരറുക്കലല്ലേ. നമ്മളെന്താ ചിന്തിക്കാത്തത്? നമ്മളെന്താ ആലോചിക്കാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിലക്കുള്ള അബദ്ധ വിശ്വാസങ്ങൾ എവിടുന്നാ വന്നത്? നമ്മൾ ഏതൊറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയണം ഷിയാക്കളെന്ന്. ഷിയാക്കൾ ആരാ ലോകത്തുണ്ടാക്കിയത്? ജൂതന്മാർ പഠിച്ചുവിട്ട ആദർശം ലോകത്ത് പ്രചരിപ്പിച്ചതാരാ? ഷിയാക്കള്. അതുകൊണ്ട് മുസ്ലിമിന്റെ വിശ്വാസം അതല്ല. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനങ്ങളുടെ ആശയം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ്, ഹദീദിലെ 22-23 വചനങ്ങൾ, 22-23 വചനങ്ങൾ, ആ 2 വചനങ്ങളിലെ ആശയം വളരെ പ്രധാനമാണ്. എന്താ അല്ലാഹ് പറഞ്ഞറിയോ? മാ അസാബ മിൻ മുസീബ, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് ബാധിക്കുകയാണെങ്കിലും, ഫിൽ അർളി, ഭൂമിയിലാകട്ടെ, വലാ ഫീ അൻഫുസിക്കും, ശരീരങ്ങളിലാകട്ടെ. ഈ ഭൂമിയിലൊരു ദുരന്തം ഉണ്ടായി എന്ന് വിചാരിക്കുക, നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ദുരിതം ഉണ്ടായി എന്ന് വിചാരിക്കുക, എങ്കിൽ അതൊക്കെ എന്തെങ്കിലും വ്യക്തികളുടെയോ സമയങ്ങളുടെയോ കാരണമല്ല. ഇല്ലാ ഫീ കിതാബിൻ, അതൊരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ, മിൻ ഖബലി അൻ നബ്റഅഹാ, അതുണ്ടാകുന്നതിന് മുൻപ് തന്നെ അല്ലാഹ് അതൊരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് അല്ലാഹ് തീരുമാനിച്ചു വെച്ചതാണ്. എന്തിനാണത് ചെയ്യുന്നത്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടമായതിൻ്റെ പേരിൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ. അല്ലേ, നമ്മുടെ ഒരു മോനങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളിങ്ങനെ ദുഃഖിതനായി വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഈ വിശ്വാസമുണ്ട്, അതെൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ്, അള്ളാൻ്റെ വിധി. സമാധാനായി. അല്ലാഹ് പറയുന്നുണ്ടോ, ലികൈലാ തഅസൗ അലാ മാ ഫാതകും, വല്ലതും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൻ്റെ പേരിൽ അമിതമായി നിങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ. നമുക്ക് എങ്ങനെ ഒരു കാര്യത്തിൽ വല്ലാതെ സന്തോഷിക്കാൻ കഴിയും? നമ്മളെന്താ, നമുക്കെങ്ങനെ ലോകത്ത് സൗന്ദര്യ മത്സരം നടത്താറുണ്ട് ഇല്ലേ? ഒരാൾ വിരൂപനായത് അയാളുടെ കാരണം, അയാൾക്ക് സൗന്ദര്യം കിട്ടിയത് അയാളുടെ കാരണം. എന്താ അവകാശ സൗന്ദര്യ മത്സരം നടത്താൻ? എന്താ അവകാശ നമുക്കുള്ളത്? എങ്ങനെ ഒരാൾ നടത്തും? എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അയാൾക്ക് അയാളുടെ കഴിവുകൊണ്ട് കിട്ടിയതാ, അല്ലാഹ് കൊടുത്തതല്ലേ. അമിതമായി നമ്മൾ സന്തോഷിക്കരുത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, അല്ലാഹു അവസാനിപ്പിക്കുന്നത്, വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ എല്ലാ അഹങ്കാരികളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖൈറും ശർറുമൊക്കെ അല്ലാഹയാണ് നിശ്ചയിക്കുന്നത്, മാസങ്ങളോ ദിവസങ്ങളോ അല്ല. ഇങ്ങനെ വിശ്വസിച്ചാൽ ഖലാ ഖദറിന്റെ അടിവേരറുക്കുന്ന കാര്യമാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു ഖൗമല്ലേ, ചിലപ്പോൾ വല്ലതും തോന്നാലോ അല്ലേ, ജാഹിലിയ കാലഘട്ടത്തിൽ സഫർ മാസം ഒന്നും ഒന്നിനും കൊള്ളൂല, നഹ്സാൻ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ വല്ലതും നിങ്ങൾക്ക് തോന്നുകയാണ്, ഇന്ന ദിവസം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത് എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരുമ്പോൾ അപ്പോൾ പറയേണ്ട ഒരു ദുആ ഉണ്ട്.
അപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലേ? മുഹറം മാസം 10 ആ പരിപാടി ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത് എന്നൊരു ചിന്ത അല്ലേ? പണ്ടൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു, തിരുത്തി വരികയാണ്. പക്ഷെ തിരുത്തുന്നതിനിടയിൽ പിശാച് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോൾ പറയേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്, പഠിച്ചു വെക്കണം. എന്താണ് ആ പ്രാർത്ഥന? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇദാ റഅയ്ത മിനത്തീറ, നിനക്ക് അപലക്ഷണമായി വല്ലതും നീ കാണുകയാണെങ്കിൽ, മാ തക്റഹു, നീ വെറുക്കുന്ന വല്ലതും അപലക്ഷണമായി നീ കണ്ടാൽ, ഫഖുൽ, നീ പറയണം. ഇനി പറയുന്നതാണ് പറയേണ്ടത്, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്. റവാഹു അബൂ ദാവൂദ്. നമ്മൾ പഠിച്ചു വെക്കണ്ട കേട്ടോ, പഠിച്ചു വെക്കണം, നമ്മൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, അത് കഴിഞ്ഞാൽ പഠിക്കണം. ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട 2 പ്രാർത്ഥന ഉണ്ട്. ഒന്ന്, മാസം കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹ്. പ്രഭാഷണം കേട്ടു പോയാൽ പോരാ, അത് നമ്മൾ പഠിച്ചല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ദുഷിച്ച ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ പറയണം, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, നന്മകൾ നീയല്ലാതെ അല്ലാഹ് മറ്റാരും കൊണ്ടുവരില്ല. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, തിന്മകളെ നീയല്ലാതെ തടയാനും ആരുമില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്, നിന്നെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല തന്നെ. ഇത് നമ്മൾ പറഞ്ഞേക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നിലക്ക് ഈ മാസത്തെ നമ്മൾ മനസ്സിലാക്കണം. തെറ്റായ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത്. സോഷ്യൽ മീഡിയ അതിൻ്റെ ഉത്തുംഗതിയിലെത്തി നിൽക്കുന്ന കാലമാണ്. വാട്സപ്പുകളുടെ ഗ്രൂപ്പുകൾ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഫേസ്ബുക്കും അതേപോലെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകാനും അവസരമുണ്ട്, പെട്ടെന്ന് നരകത്തിലെത്തിച്ചേരാനും അവസരമുണ്ട്. കിട്ടുന്നതെല്ലാം ഒരുപോലെ ഷെയർ ചെയ്യരുത്. ഉറപ്പിക്കണേ, 100 വട്ടം ചിന്തിക്കണേ, വിവരമുള്ളവരോട് ചോദിക്കണേ. ഉറപ്പാണോ എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമല്ലാതെ നമ്മുടെ കൈ നെങ്ങരുത് എന്ന്, കൈകൊണ്ടത് നെക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ നിലക്ക് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെയാണ് മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്. ആ മാസത്തിൻ്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കുക. പ്രതിഫലേച്ഛയോടുകൂടെ നാളെ ആശുറാഇൻ്റെ വ്രതം നമ്മൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാതെ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ചു ചേരൽ സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.